ഇന്ന് നമ്മളുടെ സമ്മർ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് മിന്റ് ലെമൺ ഐസ് ടീ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ലെമൺ മിന്റ് ഐസ് ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അത്യാവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ സമ്മർ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇപ്പം ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഷുഗർ ഇട്ട് കൊടുക്കുന്നില്ല. പഞ്ചസാര ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പഞ്ചസാരേൻ്റെ ഒരു സിറപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അത്യാവശ്യത്തിന് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അത് ആവശ്യത്തിന് സിറപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടീ ബാഗ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ സാധാരണ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടീ ബാഗ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിനെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു നല്ല ഒരു കട്ട കളർ കിട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം വരാനായിട്ടാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ടെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് മിന്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞ് അതും സിറപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി കട്ടൻ ചായ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിൽ സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ സൈഡിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ജാർ എടുത്തു. ആ ഗ്ലാസ് ജാറിൻ്റെ അകത്ത് ഞാൻ കുറച്ച് മിന്റ് ലീവ്സും അതുപോലെ തന്നെ നാരങ്ങ ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാരേൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ഞാനിവിടെ കുറച്ച് ലൈം ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ്, അതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ അത്യാവശ്യത്തിന് കട്ടൻ ചായ ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിച്ചു വെച്ച കട്ടൻ ചായ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരേൻ്റെ സിറപ്പോ അല്ലെങ്കിൽ നാരങ്ങയുടെ ജ്യൂസോ ചേർക്കണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐസും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐസ് ടീ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നാരങ്ങ വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാണ്, അതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.